പൊന്നാനിയിലെ സ്ഥാനാർത്ഥി സമസ്തയുടെ നോമിനിയാണോ? നോമിനിയൊന്നുമല്ല, ഞങ്ങൾ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. സമസ്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം അരിവാൾ ചുറ്റികയിലാണ് മത്സരിക്കുന്നത്. അല്ല, അരിവാൾ ചുറ്റി രാഷ്ട്രത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 6 മാസം മുമ്പ് വരെ ലീഗായിരുന്നു. ലീഗല്ല, ലീഗ് നല്ല പുറത്താക്കി കുറേ കാലമായി. ലീഗിന്റെ നേതാവായിരുന്നല്ലോ. അല്ല, അവിടെ 6 മാസം എന്നല്ല, കൊല്ലങ്ങൾ തന്നെയായി. അവിടെ ഇപ്പോ SKSSFന്റെ യൂണിറ്റുകളൊക്കെ വോട്ട് പിടിക്കുന്നതായി കേൾക്കുന്നു. ഇടതുമുന്നണിക്ക് പുതിയൊരു ഘടകകക്ഷിയെ കിട്ടിയോ? ഇല്ലില്ല, ഞങ്ങൾക്ക് ഘടകകക്ഷിയൊന്നുമില്ല. ഇപ്പം വോട്ട് പിടിക്കുന്നതിന് ഇപ്പോൾ ആരെങ്കിലും തടസ്സപ്പെടാൻ പറ്റുമോ? അപ്പോൾ SDP-യും കോൺഗ്രസും തമ്മിൽ യോജിപ്പുണ്ടായതുപോലെ SDP-യുടെ പിന്തുണ കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, വേണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞു എല്ലാവരെയും വോട്ട് വേണം. അല്ല, അതിനുശേഷം പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് വേണമെന്നും അവർ അപ്പോൾ തന്നെ പറഞ്ഞു. സുധാകരനും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരുത്തി. അത് പിന്നെ SDP-യുടെ വോട്ട് വേണ്ടെന്ന് അവർ പറഞ്ഞു. SDP അവർക്ക് വോട്ട് കൊടുക്കുന്നതിൽ PDP ആർക്കാ വോട്ട് ചെയ്യുന്നത്? വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. PDP ആർക്കാ വോട്ട് ചെയ്യുന്നത്? PDP ഇടതുമുന്നണിക്കാണ് വോട്ട് കൊടുക്കുന്നത്. അപ്പൊ SDP UDF-ന് വോട്ട് ചെയ്യുന്നു, PDP ഒരുപോലെയല്ല. SDP-യുടെ വോട്ട് വേണ്ടെന്ന് UDF പറഞ്ഞു, PDP-യുടെ വോട്ട് വേണ്ടെന്ന് LDF പറഞ്ഞിട്ടില്ല. SDP-യും PDP ഒരുപോലെയല്ല. എന്താ വ്യത്യാസം? എല്ലാ വ്യത്യാസമുണ്ട്. ഒന്ന്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള വർഗീയതയുടെ ഏറ്റവും ശക്തമത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് SDP നിലകൊള്ളുന്നത്. PDP-ക്ക് വർഗീയത എന്ത് വർഗീയത? അവർ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നു, കൃത്യമായിട്ട് വ്യക്തമാക്കിയല്ലോ. ജയിൽവാസം കൊണ്ട് രാജ്യം മാറിക്കൊണ്ടിരിക്കല്ലേ, നാട് മാറിക്കൊണ്ടിരിക്കല്ലേ, നിലപാടുകളിൽ സ്വാഭാവികമായിട്ടും മാറ്റം വരികയല്ലേ. അങ്ങനെ മാറ്റം വരാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമല്ലേ ഇന്ത്യയിലുള്ളത്. അത് തന്നെയാണ് SDP-യും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഹിന്ദുത്വയെ പ്രതിരോധിക്കാൻ UDF-ന് വോട്ട് ചെയ്യണമെന്നാണ് SDP-യും പറയുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ എതിർപ്പും. വെൽഫെയർ പാർട്ടി മുമ്പ് സഖ്യകക്ഷിയായില്ല, ധാരണയാക്കിയപ്പോൾ തന്നെ വലിയ തോതിൽ CPM വിമർശിച്ചു. വർഗീയവാദിയാണ്. അതാണ് ഞാൻ പറയുന്നത്. LDF-ന് വോട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UDF-നാണെങ്കിൽ വർഗീയത. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണല്ലോ ഇതെല്ലാം, അല്ലേ? രാഷ്ട്രീയ നിലപാട് വെച്ചിട്ടല്ലേ ഒരാളെ അളക്കാൻ പറ്റുക? അങ്ങനെ പറ്റുള്ളൂ.